because anybody who want to open up a space, here's a space. here we have space and Weavers Village ഒരു മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ആണ് ട്ടോ. ഫസ്റ്റ് ടൈം ആണ് വീവേഴ്സ് വില്ലേജ് കൊച്ചിയിൽ ഒരു സ്പേസ് എടുക്കുന്നത്. അത് വേറെ ആരുടെയും കൂടെ ഇല്ല, എൻ്റെ ബ്രദർ സൂരജിന്റെ കൂടെ തന്നെ. അത് ഒത്തിരി സന്തോഷമുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് യു ആൻഡ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എന്തായാലും ഇതുപോലെ ഒരുപാട് ഓൺട്രപ്രനേഴ്സിൻ്റെ ഒരു സ്വപ്നമാണ് അല്ലേ നമുക്കൊരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പം അതെന്തായാലും പൂവണിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി ബാക്കി നിങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. സോ താങ്ക് യു. ബിഗ് ബോസ് സീസൺ 7 മാർച്ചിൽ വരാൻ പോവാണ്. ആണോ? നിങ്ങൾ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മാർച്ചിലല്ല എല്ലാതും വരണേ. അപ്പൊ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒരു പ്രാവശ്യം ചെയ്തതിന് ക്ഷീണം ഇതിനായിട്ട് തീർന്നിട്ടില്ല. അത് ആരെയും റെക്കമെൻഡ് ചെയ്തില്ല? ചുമ്മാ പറഞ്ഞ ഡെഫിനറ്റ്ലി ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സപ്പോർട്ട് ചെയ്യും. അല്ല അപ്പൊ വരാൻ പോണവരോട് എന്താ പറയാനുള്ളത്? ബി യുവർ സെൽഫ് അല്ലേ? നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക. അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെയല്ലേ അതുവരെ 100 ദിവസം എത്തിയത്? ആണോ അല്ലയോ? ആണ്. ബിഗ് ബോസ് പോയിട്ട് എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടായിരുന്നു? നെവർ. സീറോ. എൻ്റെ ലൈഫിലാണെങ്കിലും എനിക്ക് സീറോ റിഗ്രറ്റ്സ് ആണ്. ഒന്നേ നമ്മൾ അല്ലേ അതിൽ നിന്ന് പഠിക്കും. എസ്പെഷ്യലി ഫോർ മീ ബിഗ് ബോസ് വാസ് എ ലൈഫ് ചേഞ്ചിങ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോയതിനേയും കാട്ടി കൂടുതൽ ഹാപ്പി ആയിട്ടാണ് ഞാൻ പ്രൗഡായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഹാങ് ഓവർ ഒക്കെ കഴിഞ്ഞ? എന്ത് ഹാങ് ഓവർ? എനിക്കൊരു ഹാങ് ഓവർ ഇല്ലായിരുന്നു. ഭയങ്കര സന്തോഷമല്ലേ? എസ്പെഷ്യലി നമ്മൾ ഇപ്പോഴും ഇന്ന് ഞാൻ സിനിമ കാണാൻ പോയി ഫോറം മോളിൽ പോയപ്പോഴും ജനങ്ങൾ വന്ന് നമുക്ക് തരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും നമുക്ക് അത് കിട്ടും അല്ലേ? വന്ന് ഭയങ്കര സ്നേഹമായിട്ട് വന്ന് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിനെക്കാട്ടി വന്നൊരു ഹഗ്ഗാണ് തരുന്നത്. അപ്പോൾ really I feel blessed to be a part of Big Boss. ഈ അഖിൽമാരടക്കം പലരും ബിഗ് ബോസിനെ കുറ്റമൊക്കെ പറഞ്ഞില്ല. അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇതല്ലേ. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തന്നത് അതൊരു അനുഗ്രഹമാണ്. അപ്പം അതിനെ ഞാൻ ഡെഫിനറ്റ്ലി എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല. അതുപോലെ എൻ്റെ കൂടെ നിന്നവർക്കും ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നെ കുറ്റം പറയേണ്ട ആവശ്യം എന്താണ് അല്ലേ? അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളാണ്, സ്വാതന്ത്ര്യമാണ്. അതിൽ ഞാൻ ഒന്നും പറയില്ല. ഈ സോഷ്യൽ മീഡിയ ഫൈറ്റ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ? അഖിൽമാരായിട്ടുള്ള സംഭവം? എനിക്കൊരു ഫൈറ്റും ഇല്ലല്ലോ. എനിക്ക് പറയാനുള്ളത് ഞാനത് കോടതി വഴി ഇതായിരുന്നു. അതൊരു സൈബർ ബുള്ളിങ് ആയിരുന്നു. അത് സൈബർ ഒരു ഇത് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു ഡിഫമേഷനും ഫയൽ ചെയ്തിട്ടുണ്ട്. അത് നിയമം വഴി കോടതി വഴി പൊക്കോട്ടെ. അല്ലാതെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ സമയം നമ്മൾ നല്ലതിന് എന്തിനെങ്കിലും ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ലേ. പലപ്പോഴും രണ്ടാളും ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റോറി ഇടുന്നതാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആരെയും ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നും ഇട്ടിട്ടില്ല. ഈ പറയാനുണ്ടെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയുന്ന ആളാണ്. ഐ ഡോണ്ട് നീഡ് എ പ്ലാറ്റ്ഫോം ടു കൺവേ മൈ മെസ്സേജ്. സോ പുതിയ സിനിമ എന്തെങ്കിലും കണ്ടോ? അത് ഞാൻ പറഞ്ഞു ഇന്ന് കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റൈഫിൾ ക്ലബ്ബ് കണ്ടു. നല്ല പടം. പ്ലീസ് ഡു വാച്ച്, സപ്പോർട്ട് ദം. ആഷിഖയുടെ നല്ലൊരു പടമായിരുന്നു. മാർക്ക് കാണണം, ഡെഫിനറ്റ്ലി കാണണം. ദർശനയുടെ വെടിയപ്പൊക്കെ ഉണ്ടായിരുന്നു. ഏതാ? ഫുൾ കണ്ടോ? കണ്ട് ഞങ്ങൾ എല്ലാവരും കണ്ടുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭയങ്കര സ്പെഷ്യലി വാണി ചേച്ചിയുടെ ഒരു കംബാക്ക് അല്ലേ. ഞാൻ എപ്പോഴും ആലോചിക്കാറാണ് എന്തുകൊണ്ട് പുള്ളിക്കാരത്തി നല്ലൊരു ആക്ട്രസ് ആണ്, എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു. അപ്പം നല്ലൊരു കംബാക്ക്. ഞാൻ സ്പെഷ്യലി സൂരജ്, ഹനുമാൻ കൈൻറ്റ് ഗംഭീരമായിട്ട്, ആൻഡ് അനുരാഗ് കശ്യപ് ഒക്കെ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തു. നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് സ്പെഷ്യലി ആർട്ട് ഭയങ്കര, എനിക്ക് തോന്നുന്നു ആർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോസ്റ്റ്യൂം ആണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കോസ്റ്റ്യൂം സ്റ്റൈലിങ് ആൻഡ് ആർട്ട് സ്പെഷ്യലി അജിൻ ചേട്ടനാണെന്ന് തോന്നുന്നു അല്ലേ. ഇതിനെക്കാട്ടി കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്നത് മാർക്കാണ്. എല്ലാരും പറയണത് മാർക്ക് എവിടെ പോയാലും മാർക്കെന്ന് പറയണത്. കണ്ടവരോട് ചോദിക്കുക. ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടാൽ അതിന്റെ അഭിപ്രായം കാണാൻ പോകുന്നില്ലേ? കാണും, ഡെഫിനറ്റ്ലി കാണും. വയലൻസ് ഒന്നും പേടിയില്ല? ബ്രൂട്ടൽ വയലൻസ് ആണെന്ന് പറയുന്നത്. എന്താ പേടിക്കേണ്ടത്? സ്ത്രീകൾക്കൊക്കെ മനക്കരുത്ത് കുറവായ സ്ത്രീകൾക്ക് അതിനുള്ള ഉത്തരം ഞാൻ തരട്ടെ. അങ്ങനെ മനക്കരുത്തുള്ള സ്ത്രീകൾക്ക് കാണാൻ പോരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? അല്ല, ചില റെസ്പോൺസിബിലിറ്റി ചില സ്ത്രീകൾ പറയുന്നത് പേടിയുള്ള സ്ത്രീകളൊന്നും വരരുത്, ഫാമിലി വരാൻ പാടില്ല. പേടിയുള്ള പുരുഷന്മാരില്ല.
അല്ല സ്ത്രീകളാണ് എപ്പോഴും പറയുന്നത്. ശരി, അതിനുള്ള ഉത്തരം ഞാൻ ബാക്കി പറയുന്നില്ല. അല്ല ഓക്കെ ഒരു കാര്യം കൂടി, അതായത് ഇപ്പൊ ഈ അടുത്ത് അഖിൽമാരുടെ ഒരു സലൂൺ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, അതിൽ ഇൻവിറ്റേഷൻ വന്നിട്ടില്ല എന്നിട്ട് ഓപ്പൺ ആയിട്ട് അഖിൽമാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, അങ്ങനെ ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കറിയാത്തതിനെ പറ്റി ഞാൻ കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇപ്പോഴും ഒരു ശത്രുത നിലനിൽക്കുന്നുണ്ടോ? എന്ത് ശത്രുത? അതല്ല, ഓപ്പൺ ആയിട്ട് ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. എനിക്ക് ആരോടും ഒരു ശത്രുതയില്ല. എന്തെങ്കിലും ഒരു ഇത് വരുമ്പോ അതിനൊരു റിയാക്ഷൻ വരും. അത് ചിലപ്പോൾ അത് സൈലൻസ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു എന്താ, എൻ്റെ ഇതിൽ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും, റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യേണ്ടത് രീതി ലീഗലി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ലീഗലി പോയി, അത്രേ ഉള്ളൂ. എനിക്ക് ആരോടും ഒരു ശത്രുത. ശോഭയുടെ സിനിമ എന്തായാലും വെബ് സീരീസ് നിങ്ങൾ കണ്ടോ? ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സൈന പ്ലേയില്, ഹാപ്പി ജേർണി എന്ന് പറഞ്ഞിട്ട്. ഇനി സിനിമ ചെയ്യണുണ്ടോ? ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണോ? അപ്പൊ സ്പേസ് എല്ലാരും നിങ്ങൾ വന്ന് കാണണം. ഈ പിടിച്ചോണ്ടിരിക്കുന്നില്ലേ, ഭാഗത്തോട്ട് ഒന്ന് കവർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദ സ്പേസ് പനമ്പള്ളി നഗറിലാണ്. എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും വേണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.